പിന്നെ പൊട്ടിച്ച് വരുമ്പോഴാണ് ഇതിന്റെ ഉള്ളില് മനുഷ്യ ഉടലാണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങുന്നത്. സ്കെൽറ്റൻ എന്ന് പറയുന്നത് 50 വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ അസ്ഥികൂടമായിരുന്നു അത്. അവരുടെ വലത് കാലില് സ്ക്രൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ക്രൂ ആണ് എനിക്ക് തോന്നുന്നു ഇതിലുള്ള ഒരു കയ്യൊപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാമുകനും മകളും കൂടെ അമ്മേനെ വകവരുത്താൻ തീരുമാനിക്കുകയാണ്. 2016 ഡിസംബറിൽ ഒരു അരൂരില് ഒരു JCB ഡ്രൈവർ അവിടെ കായൽ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു വീപ്പ കിട്ടുവാണ്. ഇത് കുറേ നാളായിട്ട് അവിടെ കിടക്കുവാണ്. അപ്പോൾ 2018 നാട്ടുകാർ അതെന്താണെന്നും അറിയാനായിട്ട് അത് പൊട്ടിച്ചു നോക്കാൻ തീരുമാനിക്കുകയാണ്. ആളവിടെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു വീപ്പയ്ക്ക് ചുറ്റും നശ്വര എണ്ണമയവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പോലീസുകാരും എല്ലാ നാട്ടുകാരും ഒക്കെ അവിടെ വന്നു. മത്സ്യത്തൊഴിലാളികളും എല്ലാവരും അവിടെ വന്ന് ആ വീപ്പ പൊട്ടിക്കാൻ അവർ തീരുമാനിച്ചു. വീപ്പ പൊട്ടിച്ചു ചെന്നപ്പോഴാണ് അതൊരു കോൺക്രീറ്റ് ഇട്ട് വെച്ചേക്കുന്ന ഒരു വീപ്പയാണ്, ഒരു കോൺക്രീറ്റ് കട്ടയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് കട്ട നോക്കണം, സൂക്ഷിച്ചു വേണ്ടിട്ട് അത് പൊട്ടിക്കാനുള്ള വസ്തുവിനെ നശിപ്പിക്കാതെയാണ് അവരിത് പൊട്ടിച്ച് നോക്കുന്നത്. പിന്നെ പൊട്ടിച്ച് വരുമ്പോഴാണ് ഇതിന്റെ ഉള്ളില് മനുഷ്യ ഉടലാണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങുന്നത്. ഒരു സ്കെൽറ്റൻ അവർക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്കെൽറ്റൻ അവര് നോക്കിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആ ഒരു തലയോട്ടി കിട്ടുന്നുണ്ട്. തലയോട്ടിയിൽ ഒരു കുറച്ച് മുടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു നീണ്ട മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരത് സ്ഥിരീകരിച്ചു അതൊരു സ്ത്രീയാണ്, അത് ഒരു സ്ത്രീയുടെ ശരീരമാണെന്ന് അവര് സ്ഥിരീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിലൊരു 500 രൂപയുടെ 4 നോട്ടുകൾ കൂടെ ഉണ്ടായിരുന്നു. അത് 2016 നിരോധിച്ച നോട്ടാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. അപ്പം കേസ് മരണം നടന്നത് എന്നാണെന്ന് ആ ഒരു കാലയളവ് എന്നാണെന്ന് അവർക്ക് മനസ്സിലായി. ആ ഒരു സ്കെൽറ്റൻ എന്ന് പറയുന്നത് 50 വയസ്സ് പ്രായം വരുന്ന ഒരു സ്ത്രീയുടെ അസ്ഥികൂടമായിരുന്നു അത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അവര് കേസ് മുന്നോട്ട് കൊണ്ടുപോവുമായിരുന്നു. പക്ഷെ ഇത് ആരാണെന്ന് ഉള്ളത് തെളിയിക്കാൻ ഒരു തുമ്പുമില്ല. കാരണം ഇത്രയും അസ്ഥികൂടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല അവരുടെ കണ്ടുപിടിക്കാനായിട്ട്. അതിനുശേഷം അവർ കണ്ടുപിടിച്ചു ഇത് ഉദയംപേരൂർ സ്വദേശി ശകുന്തളയുടെ. അത് കണ്ടുപിടിക്കാനുള്ള ഒരു കാരണമാണ് അവരുടെ വലത് കാലില് സ്ക്രൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ക്രൂ ആണ് എനിക്ക് തോന്നുന്നു ഇതിലുള്ള ഒരു കയ്യൊപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്ക്രൂവിന്റെ മുകളില് പിക്കാർ എന്നുള്ളൊരു പേരും 7 അക്കമുള്ള ഒരു നമ്പരും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഒടുവിൽ ആ അന്വേഷണം എത്തിച്ചെല്ലുന്നത് അത് ആ ഒരു എന്താ പറയാ സർജറി ചെയ്ത ഹോസ്പിറ്റലിലാണ്. തൊടയുടെ സൈഡിൽ നിന്നാണ് ആ ഒരു സ്ക്രൂ കിട്ടുന്നത്. ആ കാലിന്റെ ആ ഒരു പോലീസുകാരനാണ് ഇത് കണ്ടുപിടിക്കുന്നത്. തൊടയുടെ സൈഡിൽ ഒരു സ്ക്രൂ, ആ സ്ക്രൂവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കേസ് അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സർജറി ചെയ്ത സ്ഥലം, ആ ഒരു ഹോസ്പിറ്റൽ ഇവർ കണ്ടുപിടിച്ചു. ആ ഒരു ടൈമിൽ സർജറി ചെയ്ത എല്ലാവരുടെയും ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് ആ ഒരു സ്കെൽറ്റനും എല്ലാം കൂടെ പരിശോധിച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഉദയംപേരൂർ സ്വദേശി ശകുന്തളയുടെ ബോഡിയാണെന്നാണ് അവർക്ക് മനസ്സിലായത്. ഇവർക്ക് 2 മക്കളാണുള്ളത്. മകൻ ഒരു വാഹനാപകടത്തെ തുടർന്ന് ഈ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുമായിരുന്നു. പിന്നെ ഉള്ളത് മകളായിരുന്നു. മകളുടെ കൂടെ ആയിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മകള് മാരീഡ് ആയിരുന്നു. പക്ഷെ മകളുടെ ജീവിതം അത്ര സുഖകരമായിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. അതിനകത്തും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ചൊല്ലിയിട്ട് എന്നും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മകൾക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നു, ഭർത്താവുമായിട്ട് മാറിയാണ് താമസിക്കുന്നത്. അമ്മയും മകളുടെ കൂടെയാണ് നിന്നത്. എന്നാൽ അതിന് കാരണം ഈ മകൾക്ക് മറ്റൊരു കാമുകൻ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഭർത്താവുമായിട്ട് അകന്ന് നിൽക്കാനുള്ള റീസൺ. സജിത്ത് എന്നാണ് ആ വ്യക്തിയുടെ പേര്. സജിത്ത് എന്ന പേരുള്ള ആ വ്യക്തിയായിട്ട് ഒരു അവിഹിത ബന്ധം, ഈ ഒരു വഴിവിട്ട ഒരു ബന്ധം ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. ഇത് അമ്മ എതിർക്കുമായിരുന്നു. അമ്മ ശരിക്കും എതിർക്കുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അമ്മ ഇല്ലാതാവണം. അമ്മ ഇല്ലാതായാൽ മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കാമുകനും മകളും കൂടെ അമ്മേനെ വകവരുത്താൻ തീരുമാനിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് അമ്മേനെ വീപ്പയിലാക്കി ആ ഒരു കോൺക്രീറ്റ് ഇട്ട് മൂടി നേരെ കായലിൽ കൊണ്ട് ഡംപ് ചെയ്തത്. ഇത് എന്താ പറയാ, ആ സ്ക്രൂ ഉള്ളത് കൊണ്ട് ഈ മകളും കാമുകനുമാണ് എന്നുള്ളൊരു ഇതിലെത്തിപ്പെട്ടു എന്ന് പറയാം. എവിടെയാണെങ്കിലും ഒരു കുഞ്ഞു തെളിവ് എവിടെയെങ്കിലും നമ്മള് കാണാത്ത രീതിയിലുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം വരെ അതിനകത്ത് ഉണ്ടാവും. ഇപ്പൊ അതിനകത്ത് വന്നത് ആ സ്ക്രൂ ആയിരുന്നു. ആ ഒരു സ്ക്രൂ ആണ് അവിടെ ഒരു തെളിവായിട്ട് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അത് കണ്ടുപിടിക്കാൻ തന്നെ പോകുന്നുണ്ടായിരുന്നില്ല ആരാണ് ഏതാണ്. എന്തായാലും മകൾ അമ്മയെ കൊല്ലുന്ന കേസസ് പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളതിന് തെളിവാണത്. സോ യാ, താങ്ക് യു.